ഹീറോയിന്റെ തന്നെ മൂത്രം ഒരു പാത്രത്തിലെടുത്ത് മുഖത്ത് തേച്ചുകൊണ്ടിരിക്കുകയാണ്. സുന്ദരിയാവാനായിട്ടാണ് ഇങ്ങനെയൊക്കെ ചെയ്യുന്നത്. ഒരു ദിവസം ഹീറോയിൻ അവൾ സ്നേഹിക്കുന്ന ആളിനെ പ്രപ്പോസ് ചെയ്യാനായിട്ട് പോയപ്പോൾ അയാളുടെ ഗേൾ ഫ്രണ്ടിനെ ഹീറോയിന് പരിചയപ്പെടുത്തി കൊടുക്കും. പാവം നമ്മുടെ ഹീറോയിൻ ആ പെണ്ണിനെ നോക്കുമ്പോൾ ഒരു ചെറുപ്പക്കാരി സുന്ദരി പെണ്ണ്. ഹീറോയിൻ ആണെങ്കിൽ ഭയങ്കര ഇൻസെക്യൂരിറ്റി ഫീൽ ചെയ്യാനായിട്ട് തുടങ്ങുകയാണ്. മനസ്സിലാക്കി ആ ഗേൾ ഫ്രണ്ട് ഹീറോയിൻ ഒരു നമ്പർ കൊടുക്കുന്നു. ഹോസ്പിറ്റലിൽ പോയാൽ മതി, നിങ്ങളുടെ ലുക്ക് തന്നെ മാറി കിട്ടുമെന്ന് പറഞ്ഞു കൊടുക്കുന്നു. ഓൾറെഡി സൗന്ദര്യം കൂട്ടാനായിട്ട് കാത്തിരുന്ന ഹീറോയിന് ഒന്നും ചിന്തിക്കാണ്ട് വേഗം തന്നെ ഹോസ്പിറ്റലിലേക്ക് പോവാണ്. എന്നിട്ട് അവിടെ ഉണ്ടായിരുന്ന ഡോക്ടറിനോട് എനിക്ക് പ്രായം കുറച്ച് കാണിക്കുകയും വേണം, സുന്ദരിയാവണം, എന്തെങ്കിലും ഒന്ന് ചെയ്തു തരുമെന്ന് ചോദിക്കുമ്പോൾ ആ ഡോക്ടർ പേടിക്കേണ്ട, എല്ലാം ശരിയാക്കി തരാമെന്ന് പറഞ്ഞിട്ട് ഹീറോയിനെ കൊണ്ടൊരു ഫോം സൈൻ ഇടിച്ച് വാങ്ങുന്നു. എന്നിട്ട് ഹീറോയിനെ പ്ലാസ്റ്റിക് സർജറിക്കായിട്ട് കൊണ്ടുപോവാണ്. സർജറിക്കായിട്ട് ഓപ്പറേഷൻ തിയേറ്ററിൽ കിടക്കുമ്പോൾ ഹീറോയിൻ എന്തോ സംഭവിക്കാൻ പോകുന്നത് പോലെ തോന്നിയിട്ട് ആ ഡോക്ടറിനോട് സർജറി വേണ്ട എന്ന് പറയുമ്പോഴേക്ക് ആ ഡോക്ടർ വേഗം തന്നെ അനസ്തേഷ്യ കൊടുക്കും. ഹീറോയിന് മയങ്ങി പോവാം. അങ്ങനെ സർജറി ഒക്കെ കഴിഞ്ഞ് ഹീറോയിൻ വീട്ടിലേക്ക് പോകാനായിട്ട് നിൽക്കുമ്പോൾ ആ ഡോക്ടർ ഞാൻ പറയാതെ മുഖത്തെ കെട്ടഴിക്കരുതെന്ന് പറയുന്നു. ഹീറോയിനും ആ കെട്ടഴിക്കാതെ പുറത്തും പോകാണ്ട് റൂമിൽ തന്നെ ഇരിക്കാം. അങ്ങനെ ഒരു മാസത്തിന് ശേഷം ആ ഡോക്ടർ ഹോസ്പിറ്റലിലെ പ്രൊമോഷനായിട്ട് ഹീറോയിനെ വിളിക്കുന്നു. എന്നിട്ട് ആ ഡോക്ടർ അവിടെ വെച്ച് ഹീറോയിന്റെ മുഖത്തെ കെട്ടഴിക്കും. ഹീറോയിൻ ആണെങ്കിൽ ഹീറോയിന്റെ മുഖം കണ്ടപ്പോൾ ശരിക്കും ഒന്ന് ഞെട്ടി പോവാണ്. കാരണം നല്ലൊരു മുഖം ആ ഡോക്ടർ പന്നീന്റെ മുഖം പോലെ ആക്കി വെച്ചിട്ടുണ്ടാവും.